നമസ്കാരം സുഹൃത്തുക്കളെ. അദാനി അകത്താകുമോ? നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അദാനി അകത്താകും, അദാനിയെ നാട് കടത്തും. സുബ്രഹ്മണ്യൻ സ്വാമി ഒരു ലെവൽ എക്സ്റ്റെൻഡ് ആയി പറഞ്ഞു. അദ്ദേഹം യൂറോപ്പിൽ എവിടെയോ വീട് നോക്കുന്നുണ്ട്. ലളിത് മോഡിയോ നീരവ് മോഡിയെ പോലെയൊക്കെ ഇന്ത്യയെ നാട് കടത്തപ്പെടും, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നു അദാനിക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും സംഭവിക്കില്ല. ഓക്കെ, അദാനിക്കെതിരെ ആരോപണം വന്നു. അദാനിയുടെ കമ്പനി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, വി വിൽ കോപ്പറേറ്റ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ. കഴിഞ്ഞു, പ്രശ്നം തീർന്നു. അദാനി എങ്ങനെയാണോ ഇറ്റ്സ് ഗോയിങ് ദ വേ ഇറ്റ് ഈസ്. ഓക്കെ, അവരുടെ സ്റ്റോക്കുകൾ ഗ്രാജുവലി ഇറ്റ് വിൽ കം അപ്പ്. ഓക്കെ, പെട്ടെന്നുണ്ടാകില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ആക്ച്വലി നടന്നത്? ഇത് നടന്നതെന്ന് പറഞ്ഞാൽ അദാനിക്ക് ഇന്ത്യയിൽ 20 സോളാർ പാടങ്ങളുടെ അതോടൊപ്പം സോളാർ പ്രൊജക്റ്റുകൾ ഗ്രാൻഡായി. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റ് ഗ്രാൻഡായാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? വി നീഡ് ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് ദ പ്രോജക്റ്റ്. ഓക്കെ, ഇതൊരു അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 20 ബില്യൻ്റെ ഇൻകം നെക്സ്റ്റ് 10 years ഔട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. അതാണ് അവരുടെ എസ്റ്റിമേഷൻ. അവരിനി ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ദേ കെയിം ടു യു എസിൽ വന്നിട്ട് അവർ ഗ്രീൻ എനർജി ബോണ്ടുകൾ റിലീസ് ചെയ്തു മാർക്കറ്റിൽ. എന്നാൽ അവർ 2 billion to 3 billion അവർ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് 2021 കാലഘട്ടങ്ങളിൽ. ഇനി എന്ത് സംഭവിച്ചു? ഇത് സംഭവിച്ചത് ഒരു കൂട്ടം ആളുകൾ ഇവിടുത്തെ സെബി പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ പോയി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അതായത് ഈ 20 പ്രോജക്റ്റുകൾ കിട്ടിയിരിക്കുന്നത് ബ്രൈബ് കൊടുത്തിട്ടാണെന്ന് പറയുന്നത് ഇന്ത്യൻ ഒഫീഷ്യൽസിന്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബീഹാറിലും അവിടുത്തെ അധികാരികൾക്ക് കൈക്കൂലി കൊടുത്തു വാങ്ങിച്ചു എന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അവർ SCSC അവരെ FBI അറിയിച്ചു, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് DOJ എന്ന് പറയും. ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ട്, ഈ 3 സംഘടനകളും ഈ 3 ഏജൻസികളും ഏറ്റവും ഡേഞ്ചറാണ്. കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 90 മുതൽ 95% വരെയാണ്. രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് കീറി മുറിച്ച അന്വേഷണമാണ്. അന്വേഷണം നടത്തി 2023 ഇന്ത്യയിൽ വന്നു. സാഗർ അദാനിയുടെ ഫോൺ അവർ സീസ് ചെയ്തു. അതോടൊപ്പം രാഹുൽ എന്ന് പറയുന്ന അവരുടെ പ്രൊമോട്ടറുടെ ലാപ്ടോപ്പിൽ നിന്ന് ഈ പറയുന്ന ഈ ബ്രൈബ് തുക എവിടെ പോകുന്നു, എവിടെ വരുന്നു എന്നൊക്കെ എക്സൽ ഷീറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. ചിന്തിച്ച് നോക്കണം, ഒരു അദാനി പോലുള്ള കമ്പനി ഇങ്ങനെ ഇത്രയും ഒരു കെയർലെസ് ആയിട്ട് ഇത്രയും സെൻസിറ്റീവായ ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇമ്പോസിബിൾ. ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, ബ്രൈബ് കൊടുക്കുക വലിയ സംഭവമൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ അത്യാവശ്യം ചില കാര്യങ്ങളിൽ നമുക്കൊരു പേപ്പർ വർക്ക് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും കൈക്കൂലി കൊടുക്കാറുണ്ട്. സെയിം ദാറ്റ് വേ. പക്ഷേ ഇങ്ങനെ രേഖകളൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഏത് വേ ദേ ഗോട്ട് ദ എവിഡൻസ്. ഓക്കെ, അവർ നെക്സ്റ്റ് എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്തു. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? അദാനി വിളിച്ചു വരുത്തും. ഇനി ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. ഓക്കെ, ഇതൊരു 1 മാസം 2 മാസത്തില്ല, ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. ഓക്കെ, വിളിച്ചു വരുത്തും, വിചാരണ, അപ്പീൽ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്തുകൊണ്ട് അദാനി പെടില്ല എന്ന് പറയാനായിട്ട് ഇനി കാരണങ്ങളിലേക്ക് വരാം. അധികാര കൈമാറ്റമാണ് അമേരിക്കയിൽ ഫെബ്രുവരിയിൽ. പുതിയ സർക്കാർ വരുന്നു. ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ട്രംപ് ആയിരിക്കും അത് വരാൻ പോകുന്നത്. സോ അതുവരെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി സ്ലോ. ഇവിടെ ഇത് ആദ്യ സംഭവമൊന്നുമല്ല അമേരിക്കയിൽ. അതായത് ബ്രൈബ് കൊടുത്ത് ഒരു കോൺട്രാക്റ്റ് എടുത്തു എഗെയിൻസ്റ്റ് ഓൾ ദോസ്, നോട്ട് ഫസ്റ്റ് ടൈം. ഇതിന് മുമ്പ് ഒരു കമ്പനി ഉണ്ട് അമേരിക്കയിൽ, SMCA എന്ന് പറയും, സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടർ. അവരും ഇതേപോലത്തെ ഒരു ഇഷ്യൂവിൽ പെട്ടതാണ്. അവരുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസി അവർക്കൊരു 17.5 മില്യൺ $17.5 million ഫൈൻ കൊടുത്തു. ഇതിൻ്റെ പുറകിലൊരു അവരുടെ എംപ്ലോയീസിനെ, കോർപ്പറേറ്റ് അവരുടെ ടോപ്പ് ലെവൽ ഒഫീഷ്യൽസിനെ ടെർമിനേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, മാറ്റർ ക്ലോസ്ഡ്. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയിൽ ദേ വിൽ നോട്ട് ഷട്ട് ഡൗൺ എനി ബിസിനസ്. ഓക്കെ, അദാനി അവർക്കറിയാം, അദാനി ഓപ്പറേറ്റ്സ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ലെഫ്റ്റ് റൈറ്റ് വാട്ട് എവർ. ഓക്കെ, എല്ലാ സ്റ്റേറ്റുകൾക്കും വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇഫ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉള്ളൂ അല്ലേ. അദാനി ഇല്ലെങ്കിൽ എല്ലാം മുങ്ങുമെന്ന് അവർക്കറിയാം. സോ അവർ ബിസിനസ് അവർ ഷട്ട് ചെയ്യത്തില്ല. ബിക്കോസ് ദേ നോ ഹി ഹാസ് പ്രസൻസ് ഇൻ കെനിയ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഓസ്ട്രേലിയ, എല്ലായിടത്തും ഉണ്ട്. ഇറ്റ്സ് എ ബിഗ് കമ്പനി ആൻഡ് പീപ്പിൾ ഓഫ് അമേരിക്ക ഗെറ്റ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ ബോണ്ടിന് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടും, വെറുതെ അല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബിസിനസ്സുകൾ അമേരിക്ക ഒരിക്കലും പൂട്ടിക്കില്ല. ദേ വിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ദേ വിൽ ഫൈൻഡ്. ദാറ്റ്സ് ഇറ്റ്, മാറ്റർ ക്ലോസ്ഡ്. നൗ അദാനി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യിപ്പിക്കും. ആ ഒരു ലീഗൽ പ്രോസസ്സിലേക്ക് പോകും. പക്ഷേ അറസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക കമ്പനി പൂട്ടിക്കലോ പരിപാടിയൊന്നുമില്ല. ഇനി അദാനിക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാം. അതായത് അദാനി എന്ന് പറഞ്ഞാൽ അദാനിയുടെ കമ്പനിക്ക് എന്ത് സംഭവിക്കും? അവരുടെ ഈ നിക്ഷേപം എടുക്കൽ,
വിൽ ബി വെരി കോസ്റ്റ്ലി ഫോർ ദം ഫോർ സം ടൈം. ഓക്കെ, ഇപ്പോൾ അവർക്ക് ചീപ്പായിട്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അവർക്ക് ഈ പറയുന്ന കോടികൾ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓൺ ഗോയിങ്ങിൽ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനികൾ വെട്ടിക്കുറയ്ക്കുന്നതായിരിക്കും. ഇനി ഓൺ ഗോയിങ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗോയിൻ ടു ബി ലൈക്ക് വെരി എക്സ്പെൻസീവ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ മൈറ്റ് ബി ഗെറ്റ് ഡിലേഡ് ബിക്കോസ് അവർക്കിനി മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടെത്തണം. അതല്ലാതെ ഇത് പെട്ടെന്ന് അവർ കയ്യിലുള്ള പൈസയും കൊണ്ടല്ല. സോ ഇറ്റ്സ് ഗോയിൻ ബി ഡിലേഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഗോൺ ഹാപ്പൻ. ആൻഡ് അവരുടെ അടുത്ത പ്രോജക്റ്റുകളും അവർ ഡിലേ ആയിരിക്കും. സോ അപ്പോൾ ഈ എല്ലാവരും പറയുന്നത് ഈ കെനിയൻ പ്രധാനമന്ത്രി അവിടെ 2 ബില്യൻ്റെ പ്രോജക്റ്റ് നിന്ന് ഒഴിവാക്കിയെന്ന് പറയും. ഏത് വേ ഐ വിൽ ടെൽ യു, അദാനി ആ പ്രോജക്റ്റ് എന്തായാലും സ്ക്രാപ്പ് ചെയ്യും ഈവൻ ദോ അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും. കാരണം 2 ബില്യൻ്റെ കോട്ടാണ് കൊടുത്തിരുന്നത് ബിഫോർ ദി സ്കാം കെയിം ഔട്ട്. നൗ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണ്. കാരണം ദേ നീഡ് ടു പേ മോർ മണി ടു ഗെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഗോയിൻ ടു ബി 2.5 ബില്യൺ ഓർ 3 ബില്യൺ. ഏത് വേ അദാനി വിൽ കോൾ ദിസ് ഡീൽ ഓഫ്. സോ അദാനിക്ക് അതൊരു ഇഷ്യൂള്ള കേസൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് എൻഡ് ഓഫ് അദാനി ഒന്നുമല്ല. ഇതൊരു കോർപ്പറേറ്റ് ആകുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഇതെല്ലാം മീഡിയയുടെ ഒരു ഹൈപ്പാണ് ഇതെല്ലാം. സ്റ്റോക്സ് വിൽ ഗെറ്റ് സം ടൈം. അതുകൊണ്ട് തന്നെ അദാനി സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് എന്തായാലും ഈ സ്റ്റോക്ക് കയറി വരാൻ പോകുന്നില്ല. ബട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഗോസ് അബൌട്ട് ഇറ്റ്. എനിവേ, അദാനി ഒരു പക്ഷേ ഇന്ത്യക്ക് വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ്. അദ്ദേഹം ഇതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.